Dear all, modes of convergence കുറിച്ചാണ് ഈ സെഗ്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് കൺവേർജൻസ്. 4 മോഡ്സ് ഓഫ് കൺവേർജൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ, convergence in law or convergence in distribution or weak convergence. Second, convergence in probability. Third, convergence in arth mean or arth mean convergence. Fourth, almost sure convergence or convergence with probability 1. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. Look at the definition. Convergence in law. A sequence of distribution functions fn is said to converge in law to a distribution function Kf if fnx converges to f of x at every point x where Kf is continuous. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസിൻ്റെ കൺവേർജൻസ് ഇൻ ലോയെക്കുറിച്ചാണ്. ഈ കൺവേർജൻസ് മറ്റൊന്നുമല്ല, ഇത് നമുക്ക് പരിചയമുള്ള പോയിൻ്റ് വൈസ് കൺവേർജൻസ് തന്നെയാണ്. കാരണം ഈ എഫ് എൻ എക്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ്, ദേ ആർ നത്തിങ് ബട്ട് റിയൽ ഫങ്ഷൻസ് വിത്ത് സ്പെഷ്യൽ ക്വാളിറ്റീസ് അല്ലേ. അപ്പോൾ ഈ എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയിരിക്കുന്ന ഇത് എന്ത് തന്നെയാണ് നമ്മൾ അനാലിസിസിൽ പഠിച്ചിട്ടുള്ള ആ പോയിൻ്റ് വൈസ് കൺവേർജൻസ് തന്നെയാണ്. അതായത് ഫോർ എവറി പോസിറ്റീവ് എപ്സിലോൺ ദർ എക്സിസ് എ നാച്ചുറൽ നമ്പർ ക്യാപ്പൻ സച്ച് ദാറ്റ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് അബ്സല്യൂട്ട് ഡിഫറൻസ് ഓഫ് ദാറ്റ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ആൻഡ് ദാറ്റ് ഈസ് ട്രൂ ഫോർ ഈച്ച് എക്സ്. ഇവിടെ ഏത് പോയിന്റിലാണ് പറയുന്നത്? വേർ ക്യാപ് എഫ് ഈസ് കണ്ടിന്യൂസ്. ഈ ക്യാപ് എഫും ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ സീക്വൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കൺവേർജസ് ടു അനദർ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ in distribution or in law if it converges to cap f point wise at every point where cap f is continuous. Cap f continuous ആവുന്ന പോയിന്റുകളിലെല്ലാം പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ സീക്വൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ cap f-ലേക്ക് convergence in law എന്ന് പറയും. ഓക്കെ, this is the notation to denote convergence in law. fn converges to cap f. മുകളിൽ ഇവിടെ w എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താല്പര്യം കൺവേർജൻസ് വീക്ക് കൺവേർജൻസിനെയാണ്. വീക്ക് കൺവേർജൻസ് മറ്റൊരു ടെർമിനോളജിയാണ്, ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ടെർമിനോളജിയാണ്. ഓക്കെ, അപ്പോൾ പോയിൻ്റ് വൈസ് കൺവേർജൻസ് തന്നെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസിൻ്റെ കൺവേർജൻസും പറയാം. എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് is said to converge in distribution or law to a random variable cap x if fn converges to f weakly, where cap fn is the distribution function of cap xn and f is the distribution function of the random variable x. We denote it by writing xn converges to x l. l എന്നുള്ള ഉദ്ദേശിക്കുന്നത് കൺവേർജൻസ് ഇൻ ലോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്. അപ്പോൾ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ ലോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് എൻ കൺവേർജസ് ടു എഫ് വീക്ക്ലി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പിന്നെ വേർഡ്സിൽ എഴുതുകയാണെങ്കിൽ മീൻസ് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ വാട്ട് ഈസ് എഫ് എൻ? വി നോ ദാറ്റ് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് അല്ലേ. അതുപോലെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതോ it is probability that x less than or equal to small x. Okay, so fn x converges to f of x as sentence to infinity. Okay, as sentence to infinity. So ഇവിടെ ഒരു as sentence to infinity എന്ന് കൂടെ എഴുതണം കേട്ടോ. Okay, as sentence to infinity. That means probability that xn less than or equal to x converges to probability that x less than or equal to x as n tends to infinity. ഇതാണ് സംഭവിക്കുന്നത് കേട്ടോ. അതായത് xn എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ, സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് കൺവേർജസ് ടു എക്സ് ഇൻ പ്രോബബിലിറ്റി in law if and only if probability that xn less than or equal to x converges to probability that x less than or equal to x as n tends to infinity. Okay, so xn converges to x in law if and only if probability that xn less than or equal to x converges to probability that x less than or equal to x as n tends to infinity. ഇത് ഇവിടെ ഈ കൺവെർജൻസ് എന്ന് പറയുന്നത് വീക്ക് കൺവെർജൻസ് ആണ്, പോയിന്റ് വൈസ് കൺവെർജൻസ് ആണ്. റൈറ്റ്. Next mode of convergence is convergence in probability. A sequence xn of random variables defined over a sample space omega sp is said to converge in probability to a random variable cap x defined on the same sample space omega sp if for every positive epsilon probability that mod xn minus x greater than epsilon tends to 0 as n tends to infinity. We denote this by writing xn converges to x in P. This P indicates the convergence is in probability. Probability model ആണ് convergence.
അപ്പോൾ എന്താണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് എന്താണ് പറയുന്നത്? എക്സ് എൻ എക്സിലേക്ക് പ്രോബബിലിറ്റിയിൽ കൺവെർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ആകുന്ന ആ ഇവൻറ്റ്, ഇതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് ആൻ ഇവൻറ്റ് അല്ലേ? ആ ഇവൻറ്റിനെ ഫുള്ളായിട്ട് എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് നത്തിങ് ബട്ട് സെറ്റ് ഓഫ് ഓൾ സാമ്പിൾ പോയിൻറ്റ്സ് ഒമേഗ ഇൻ ഒമേഗ സച്ച് ദാറ്റ് മോഡ് എക്സ് എൻ ഓഫ് ഒമേഗ മൈനസ് എക്സ് ഓഫ് ഒമേഗ ബിഗർ ദാൻ എപ്സിലോൺ. ഇതാണ് ഇതിൻ്റെ ഫുൾ എക്സ്പാൻഷൻ. ഏതിൻ്റെ? മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ എന്ന് പറയുന്ന ഇവൻറ്റ് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ ഇതാണ് വരിക. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ്. ആ പ്രോബബിലിറ്റി ഓരോ എക്സിന് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഒമേഗ ഫിക്സ് ചെയ്താൽ തന്നെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മോഡ് എക്സ് എൻ ഒമേഗ മൈനസ് എക്സ് ഒമേഗ ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ആവുന്ന ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് പ്രോബബിലിറ്റീസ് ആക്ച്വലി. ആ സീക്വൻസ് ഓഫ് പ്രോബബിലിറ്റീസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യണം? സീറോയിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ നമ്മളെന്ത് പറയും? എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ പ്രോബബിലിറ്റി എന്ന് പറയും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ പ്രോബബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് എനും എക്സും തമ്മിൽ അടുത്തടുത്ത് വരുന്നു എന്നുള്ള മീനിങ് അല്ല, പ്രോബബിലിറ്റിയിൽ അടുത്തടുത്ത് വരുന്നു, അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ എക്സ് എൻ കൺവേർജസ് ടു, സോ പ്ലീസ് നോട്ട് ദാറ്റ് xn converges to x in probability doesn't mean that for every epsilon positive there exists a natural number k in n such that mod xn minus x less than epsilon for every n greater than or equal to k. നമ്മൾ യൂഷ്വൽ സെൻസിൽ അനാലിസിസിൽ പഠിച്ചിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ല. എക്സിനും എക്സും തമ്മിൽ അടുത്തടുത്ത് വരുന്ന രീതിയിൽ സംഭവിക്കുന്നു എന്നുള്ളതല്ല ഇവിടെയുള്ള കൺവേർജൻസിൻ്റെ മീനിങ്. ഇൻസ്റ്റെഡ് അത് എന്താണ് പറയുന്നത്? ഇറ്റ് ടെൽസ് ദാറ്റ് the sequence of probabilities, okay, the sequence of probabilities ഏത് probabilities? Probability that mod xn minus x greater than epsilon, okay, converges to 0, okay, converges to 0. ഇവിടെ ഈ കൺവെർജൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺവെർജൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. ബിക്കോസ് പ്രോബബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? റിയൽ നമ്പറുകളാണ്. ഓക്കെ, അപ്പോൾ ആ റിയൽ നമ്പർ സീക്വൻസ്, പ്രോബബിലിറ്റി സീക്വൻസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യണം? സീറോയിൽ കൺവേർജ് ചെയ്യണം. ഫോർ എവറി പോസിറ്റീവ് എപ്സിലോൺ ദിസ് മസ്റ്റ് ബി ദ കേസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഐഡിയ. Next concept is convergence in rth mean or rth mean convergence. A sequence of random variables xn is said to converge in rth mean to a random variable x if the following conditions are okay. First condition, for each n expectation of mod xn power r less than infinity, means it must be a finite quantity. Okay. Second condition, expectation of mod x power r finite. Third condition, expectation of mod xn minus x power r tends to 0 as n tends to infinity. We denote this by writing xn converges to x in r. This r indicates the convergence is in rth mean or rth mean convergence. അപ്പോൾ എക്സൻ എക്സിലേക്ക് rth mean കൺവേർജൻസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ rth meanൽ കൺവേർജ് ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ ആദ്യമായിട്ട് ഈ എക്സൻ സീക്വൻസിൻ്റെ ഓരോ എന്നിനും ഈ മോഡ് എക്സൻ പവർ ആറിൻ്റെ എക്സ്പെക്റ്റേഷൻ ഫൈനൈറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റാൻഡം വേരിയബിളിൻ്റെയും ആ സീക്വൻസിലുള്ള ഓരോ റാൻഡം വേരിയബിളിൻ്റെയും ആർത്ത് അബ്സല്യൂട്ട് മീൻ ഫൈനൈറ്റ് ആയിരിക്കണം. ആർത്ത് അബ്സല്യൂട്ട് മീൻ ഫൈനൈറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്ത് എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ആർത്ത് മീൻ എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെയുള്ള എല്ലാ മൊമെൻറ്റുകളും എക്സിസ്റ്റ് ചെയ്യും, അത് വേറെ ഇഷ്യൂ ആണ്. ഓക്കെ, ഒപ്പം തന്നെ ആർത്ത് അബ്സല്യൂട്ട് മൊമെൻറ്റ് ഓഫ് ദി ലിമിറ്റിംഗ് റാൻഡം വേരിയബിൾ ഓൾസോ എക്സിസ്റ്റിംഗ്. ഓക്കെ, ഇത് എക്സിസ്റ്റ് ചെയ്യുകയും ഒപ്പം തന്നെ അവരുടെ ഡിഫറൻസ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് പവർ ആർ, അതായത് ആർത്ത് അബ്സല്യൂട്ട് ഡിഫറൻസ് ഓഫ് ആർത്ത് പവർ ഓഫ് ദ അബ്സല്യൂട്ട് ഡിഫറൻസ് എക്സ് എൻ മൈനസ് എക്സ്, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ. So it is the rth expectation of the rth power of the absolute difference or deviation of xn's from x. ഇതൊരു സീക്വൻസ് ആയിരിക്കും അല്ലേ? എക്സ്പെക്റ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതെന്താണ്? ദേ ആർ റിയൽ നമ്പേഴ്സ്. ഓക്കെ, ആൻഡ് ദ ലെഫ്റ്റ് സൈഡ് ഈസ് ആക്ച്വലി എ റിയൽ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. ആ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എങ്ങോട്ട് കൺവേർജ് ചെയ്യണം? സീറോയിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ നമുക്കെന്താ പറയാം? എക്സ് എൻ എക്സിലേക്ക് ആർത്ത് മീനിൽ കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ എക്സ് എൻ എക്സിലേക്ക് ആർത്ത് മീനിൽ കൺവേർജ് ചെയ്യുന്നു എന്ന് കാണിക്കണമെങ്കിൽ എക്സ് എന്നും എക്സും തമ്മിലുള്ള അബ്സല്യൂട്ട് ഡിഫറൻസിൻ്റെ ആർത്ത് പവറിൻ്റെ എക്സ്പെക്റ്റേഷൻ സീറോയിലേക്ക്
കൺവേർട്ട് ചെയ്താൽ മതി. ഒപ്പം തന്നെ ഇവിടെയുള്ള ഇൻഡിവിജ്വൽ റാൻഡം വേരിയബിളുകളുടെ ആർത്ത് മീനുകൾ എക്സിസ്റ്റ് ചെയ്യുകയും വേണം. ആ കണ്ടീഷനും കൂടെ ഉണ്ടെങ്കിലാണ് നമുക്കിത് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് കൺവേർജൻസ് ഇൻ ആർത്ത് മീൻ. Next mode of convergence is almost sure convergence or convergence with probability 1. എന്താണ് പറയുന്നത് നോക്കാം. A sequence of random variables is said to converge almost surely, abbreviated as AS, to a random variable cap x if probability that omega set of all omega such that xn of omega converges to x of omega as n tends to infinity is equal to 1. We denote this by writing xn converges to x as. A stands for almost surely, or xn converges to x with probability 1. അപ്പോൾ എന്താണ് ഓൾമോസ്റ്റ് ഷുവർ കൺവെർജൻസിൻ്റെ ഐഡിയ? എക്സ് എൻ എക്സിലേക്ക് ഓൾമോസ്റ്റ് ഷുവർലി കൺവേർജ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ എക്സ് എൻ ഓഫ് ഒമേഗയും എക്സ് ഓഫ് ഒമേഗ എടുക്കും. എക്സ് എൻ ഓഫ് ഒമേഗ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ സീക്വൻസ്? എന്താണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് എ റിയൽ സീക്വൻസ്. ഓക്കെ, ഇത് റിയൽ സീക്വൻസ് ആണ്. കാരണം എക്സ് എൻ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആണ്. ആ എക്സ് എൻ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഒമേഗയിൽ ഇവാലുവേറ്റ് ചെയ്തു. സോ അത് റിയൽ വാല്യൂസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു റിയൽ സീക്വൻസ് ആണ്. ഈ റിയൽ സീക്വൻസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യണം? എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്ന റിയൽ വാല്യൂയിലേക്ക്. ദിസ് ഇസ് എ റിയൽ വാല്യൂ, റിയൽ നമ്പർ. ഈ റിയൽ നമ്പറിലേക്ക് നമ്മുടെ, അപ്പോൾ ഇത് റിയൽ സീക്വൻസിൻ്റെ കൺവേർജൻസ് ആണ്. എക്സ് എൻ ഓഫ് ഒമേഗ കൺവേർജസ് ടു എക്സ് ഓഫ് ഒമേഗ. അങ്ങനെയുള്ള ഒമേഗകളെ കളക്ട് ചെയ്യാം. അപ്പോൾ അതൊരു ഇവൻ്റ് ആണ് ആക്ച്വലി. സെറ്റ് ഓഫ് ഓൾ ഒമേഗ സച്ച് ദാറ്റ് എക്സ് എൻ ഓഫ് ഒമേഗ കൺവേർജസ് ടു എക്സ് ഓഫ് ഒമേഗ ആസ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് ആണ്. ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്സ് എൻ എക്സിലേക്ക് ഓൾമോസ്റ്റ് ഷുവർലി കൺവേർജ് ചെയ്യുന്നു എന്ന് പറയും. ഓക്കെ, അപ്പോൾ എക്സ് എൻ ഓഫ് ഒമേഗ കൺവേർജസ് ടു എക്സ് ഓഫ് ഒമേഗ അല്ലാത്ത പോയിൻറ്റുകളുടെ കളക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി 0 വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് ഓൾമോസ്റ്റ് ഷുവർ കൺവേർജൻസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നാല് മോഡ്സ് ഓഫ് കൺവേർജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫസ്റ്റ് വൺ വാസ് കൺവേർജൻസ് ഇൻ ലോ ഓർ കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. Second, convergence in probability. Third, arth mean convergence or convergence in arth mean. And finally, almost sure convergence. ഈ 4 കോൺസെപ്റ്റുകൾ നന്നായിട്ട് മനസ്സിലാക്കണം. അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് ഈ 4 മോഡ്സ് ഓഫ് കൺവേർജൻസുകളുടെ ഇൻ്റർ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.